മഗ്ദലന മറിയത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സിനിമ മഗ്ദലന മറിയം കൊച്ചിയിൽ പ്രദർശനം ആരംഭിച്ചു. മഗ്ദലന മറിയത്തെക്കുറിച്ച് കാലങ്ങളായി നിലനിൽക്കുന്ന ധാരണകളെ മാറ്റിമറിക്കുന്നതാണ് ചിത്രം. എറണാകുളം സംഗീത തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. എന്റെ അപമാനത്തിന്റെയും പാപഭാരത്തിന്റെയും ശാപം തകർത്തുകൊണ്ട് എന്റെ സ്ഥാനത്ത് നീ മരിച്ചതിന് നാഥ ഞാൻ നന്ദി പറയുന്നു. മഗ്ദലന മറിയം യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന വസ്തുതയിലേക്കാണ് ചിത്രം വിരൽ ചൂണ്ടുന്നത്. പാപിനി എന്നതിലപ്പുറം മഗ്ദലന മറിയം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷിയായി പിന്നീട് വിശുദ്ധയായി ഉയർത്തപ്പെട്ട വിശിഷ്ട വ്യക്തിത്വമായിരുന്നു. പുത്തനങ്ങാടി ഡിവൈൻ ക്രിയേഷൻസിന്റെ ബാനറിൽ ഡോക്ടർ ടോമി പുത്തനങ്ങാടിയാണ് ചിത്രത്തിന്റെ പരിഭാഷയും ക്രിയേറ്റീവ് ഡയറക്ഷനും നിർവഹിച്ചിട്ടുള്ളത്. മഗ്ദലന മറിയം പാപിനിയായിരുന്നു എന്നാണ് 2000 വർഷങ്ങളോളം ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മഗ്ദലന മറിയം പാപിനിയല്ല, ആയിരുന്നില്ല. മഗ്ദലന മറിയം മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു സ്ത്രീ മാത്രമായിരുന്നു. എല്ലാവരും അവരവരുടേതായിട്ടുള്ള നിലയിൽ അത് വിശകലനം ചെയ്യാം, അനലൈസ് ചെയ്യാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബീൻ പ്രൂവ്ഡ് ട്രൂത്ത്, ബട്ട് ബിബ്ലിക്കലി ഇത് തീർച്ചയായിട്ടും സത്യമാണ്. കാരണം ബൈബിളിൽ മഗ്ദലന മറിയം പാപിനിയാണെന്ന് എങ്ങും പറയുന്നില്ല. ചിത്രം കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കും എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പഴയ ഒരു വിമോചക സ്ത്രീയാണല്ലോ, അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കി തന്നെ ഒരു പ്രമേയം. എല്ലാവർക്കും വിശ്വാസം വന്നം, അതിൽ ഒരു അടയാളമാണ് ഈ സിനിമ. നന്നായിരുന്നു കേട്ടോ, നല്ല മെസ്സേജാണ്. നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ട്. നല്ല മെസ്സേജായിരുന്നു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹീബ്രു തുടങ്ങി 6ഓളം ലോകഭാഷകളിൽ ചിത്രം ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. മഹാകവി വള്ളത്തോളിന്റെ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിലെ പിശക് ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. വാസ്തവത്തിൽ മഗ്ദലന മറിയം പാപിയായിരുന്നില്ലെന്ന വസ്തുത വിശ്വാസികളെ അറിയിക്കുക എന്ന ലക്ഷ്യവും ചിത്രത്തിന് പിന്നിലുണ്ട്. നിറഞ്ഞ സദസ്സിലാണ് ചിത്രത്തിന്റെ പ്രദർശനം പുരോഗമിക്കുന്നത്. ജീവൻ ന്യൂസ്, കൊച്ചി.